Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി A30 ആണ്. അപ്പോൾ സാംസങ് ഗാലക്സി A30യും A50യും ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിരുന്നു 2 ആഴ്ച മുമ്പേ. അപ്പോൾ A50 നമ്മുടെ ഈ ചാനലിൽ ഓൾറെഡി അൺബോക്സിങ് ചെയ്തായിരുന്നു, റിവ്യൂവും പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ A30 ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ A30ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് 16,999 ആണ്, അതായത് 17,000 റുപ്പീസാണ്. പിന്നെ ഇതിൽ വരുന്ന നല്ല സ്പെസിഫിക്കേഷനാണ് സൂപ്പർ എമോലെഡ് ഡിസ്പ്ലേയും എക്സിനോസിൻ്റെ 7904 ഒക്ടാകോർ പ്രോസസ്സറും പിന്നെ 4GB റാമും 64GB സ്റ്റോറേജും ഡുവൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് A30ൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ ഇതിനകത്ത് ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ വരുന്നുണ്ട്, ഡുവൽ ക്യാമറ, 4000 mAh കപ്പാസിറ്റി ബാറ്ററി, ഒക്ടാകോർ പ്രോസസ്സർ, 6.4 inches ഫുൾ HD പ്ലസ് സൂപ്പർ എമോലെഡ് ഡിസ്പ്ലേ, 16+5 ഡുവൽ ക്യാമറ, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും പിന്നെ 64GB സ്റ്റോറേജും 4GB റാമുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ പാക്കേജ്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ വേരിയൻ്റ് ആണ്. അപ്പോൾ എല്ലാ സാംസങ് സ്മാർട്ട് ഫോണിനെയും പോലെ തന്നെ ഇന്ത്യ സിം കാർഡ് ഓൺലിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ഇന്ത്യൻ സിം കാർഡായിട്ട് ആക്ടിവേറ്റ് ചെയ്യണം, എന്നാലേ വേറെ ഏത് സിം കാർഡായിട്ടും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് തുറന്നു നോക്കാം. ഇതിനകത്ത് സാംസങ്ങിൻ്റെ ഒരു ചെറിയ ബോക്സാണ് വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു കേസ് കാണാം, ഒരു TPU കേസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി TPU കേസാണെന്ന് പറയാം. പിന്നെ ഇതാണ് വാറണ്ടി ആൻഡ് ഇൻഫർമേഷൻ ഗൈഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കാണാം സിം ഇജക്റ്റ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഡിവൈസിൻ്റെ ലേ ഔട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയവർക്ക് കാണാം, ട്രിപ്പിൾ സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ ഹെഡ് സാർ മാത്രമേ കൊടുത്തുള്ളൂ, 0.413 ആണ് ഹെഡ് സാറ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A30 ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A30. നല്ലൊരു ഫിനിഷാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗ്ലാസ് ലൈക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്. എങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റിയാണെന്ന് പറയാമെന്ന് വേണമെങ്കിൽ. നല്ല ഫിനിഷാണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്ക് പാനലുണ്ട്. A50 പോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അല്ല, ബാക്കിലാണ് സാംസങ് ലോഗോ. ഡുവൽ ക്യാമറയാണ് വരുന്നത്. ഒരു 16 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും 5 മെഗാപിക്സൽ സെക്കൻഡറി വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. LED ഫ്ലാഷും കാണാം, സാംസങ്ങിൻ്റെ ബ്രാൻഡിങ്ങും കാണാം. പിന്നെ USB Type-C പോർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ്. പിന്നെ റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ്, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഫിനിറ്റി യു നോച്ചുള്ള ഡിസ്പ്ലേ ആണ് കാണാവുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസ്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ബോക്സിനകത്ത് വരുന്ന നോക്കാം. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കാണാം, 5 volt 2 ampere അല്ലെങ്കിൽ 9 volt 1.67 ampere. അത് 15 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഇയർഫോണാണ്, സ്റ്റാൻഡേർഡ് ഇയർഫോണാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു USB Type-C കേബിളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ്ങിന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A30. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സൂപ്പർ എമോലെഡ് ഡിസ്പ്ലേ ആണ്. വളരെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ സൂപ്പർ എമോലെഡ് എപ്പോഴും നല്ല വൈബ്രൻറ്റും കളർഫുള്ളുമാണ്, നല്ല വ്യൂയിങ് ആംഗിൾസും തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലൊന്ന് പോകാം. സെറ്റിങ്സ് പോകുമ്പോൾ നമുക്ക് കാണാം ഇത് 1 UI ആണ്. നമുക്ക് നേരത്തെ A50യിൽ കണ്ട പോലെ തന്നെ 1 UI ആണ് ഇതിൽ വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ ആണെങ്കിൽ 9.0, അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് സോഫ്റ്റ്വെയറിലെ നമ്മൾ എല്ലാ സാംസങ് ഫോണിലും കാണുന്ന പോലെ 1 UIയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതായിരുന്നു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഇതിനകത്ത് കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, ലൈക്ക് ഡെയിലി ഹണ്ട്, പിന്നെ മൈ ഗാലക്സി, അങ്ങനത്തെ കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾഡ് ആണ്, പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ 3-4 ആപ്പ് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ അതുകൂടാണ്ട് ബാക്കി സാംസങ്ങിൻ്റെയും കുറച്ച് ആപ്സ് ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾഡ് ആണ്. ഇനി നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ ഇതിൽ വരുന്നത് ഒരു 16 and 5 മെഗാപിക്സലാണ്. അപ്പോൾ 5 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ടോഗിൾ ചെയ്യാം. ഇതല്ലേ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് നമുക്ക് ടോഗിൾ ചെയ്യാവുന്നതാണ്. ഇതാണ് വൈഡ് ആംഗിൾ, ഇത് റെഗുലർ മോഡാണ്. അതുകൂടാണ്ട് തന്നെ വീഡിയോ റെക്കോർഡിംഗ് 1080p റെസൊല്യൂഷനാണ് മാക്സിമം സപ്പോർട്ടഡ്. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിലോ ഒരു 16 മെഗാപിക്സൽ ഷൂട്ടറാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് സാംസങ് ഗാലക്സി A30 എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽ ആയി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. ഇതിൽ വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി അത്യാവശ്യം നല്ലോണം നിൽക്കുന്നതാണ് നമ്മളൊരു ധാരണ. കാരണം 4000 mAh എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. ഒരു 1.5 ദിവസമൊക്കെ നിൽക്കേണ്ടതാണ് സാധാരണയിലേക്ക്. ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററിയെക്കുറിച്ചും പറയുന്നതാണ്.
പിന്നെ ഇതിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ എക്സിനോസിൻ്റെ 7904 ഒക്ടാകോർ പ്രോസസ്സറാണ്, 4GB റാമും 64GB സ്റ്റോറേജും. ഇത് 3 കളേഴ്സിലാണ് വരുന്നത്, റെഡ്, ബ്ലാക്ക്, പിന്നെ ബ്ലൂ കളറാണ്. നമ്മുടെ ബ്ലൂ കളർ നല്ല ഒരു ഭംഗിയുള്ള കളറാണെന്ന് വേണമെങ്കിൽ പറയാം. റെഡും നല്ലതാണ്. ബ്ലാക്കിൻ്റെ കാര്യം നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്തപ്പോൾ MWCന്ന് ഹാൻഡ്സ് ഓൺ ചെയ്തപ്പോൾ അതിലും പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഓവറോൾ നല്ലൊരു ലുക്ക് ആൻഡ് ഫീലുള്ള ഒരു ഡിവൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി A30 അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.